നമ്മളിത് തൊഴിൽ വാർത്തയിലത്തെ, അതായത് ഈ പ്രാവശ്യത്തെ തൊഴിൽ വാർത്ത ഏതാ? ഡിസംബർ 9 വരെയുള്ള തൊഴിൽ വാർത്ത. നമ്മൾ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു, പേജ് നമ്പർ 12, 13 കഴിഞ്ഞു. ഇനി 14ാമത്തെ പേജ് നമ്പറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും തൊഴിൽ വാർത്ത എടുക്കുക കേട്ടോ. കേരളത്തിലെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ആരാ? മാസ്റ്റർ റാൽഫിച്ച്. പണ്ട് മുതലേ PSC പഠിക്കുന്ന എല്ലാവർക്കും ഇത് അറിയണ്ടായിരിക്കും അല്ലേ? ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണ ഭീഷണി നേരിട്ടിട്ടുള്ളത്? അപ്പോൾ ഇതാ ധർമ്മരാജാവ്. പെരുമ്പടപ്പ് ഗംഗാധര വീര കേരള തൃക്കോവിൽ അധികാരി എന്നത് എവിടത്തെ രാജാക്കന്മാരുടെ പൂർണ്ണമായിട്ടുള്ള സ്ഥാനപ്പേരായിരുന്നു? കൊച്ചിയിലത്തെ. ഷീമ ആരാ? ഇംഗ്ലണ്ട്. മാസ്റ്റർ ആൽഫിച്ച് മാർഗദർശിയ ഇംഗ്ലീഷുകാരൻ. ധർമ്മരാജാവാണ് രാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ മൈസൂരിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം ധർമ്മരാജാവിൻ്റെ കാലത്ത്. പെരുമ്പടപ്പ് ഗംഗാധര വീര കേരള തൃക്കോവിൽ അധികാരി അതായത് പെരുമ്പടപ്പ് സ്വരൂപം ഏതാ? കൊച്ചി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1970കളിലെ കേരള പുലയർ മഹാസഭ രൂപവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയതാണ് PK ചാത്തൻ മാസ്റ്റർ കേട്ടോ. അപ്പോൾ 70കളിലെ PK ചാത്തൻ മാസ്റ്റർ. പുലയ മഹാസഭ, കേരള പുലയ മഹാസഭ. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് C കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? നിവർത്തന പ്രക്ഷോഭം. മദ്രാസ് പ്രവിശ്യയിലെ ഒരു ജില്ലയായി മലബാർ മാറിയതെന്ന്? 1800 മെയ് 21. ഇതൊരു കുറച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഞാനിത്. മദ്രാസ് പ്രവിശ്യയിലെ ഒരു ജില്ലയായി മലബാർ മാറിയത് 1800 മെയ് 21. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തെ വലതു ചെവിയിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് തിരുവിതാംകൂറിൽ ആരാ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. 47 ജനുവരിയിൽ ചെന്നൈയിൽ നിന്ന് ആരംഭിച്ച ജയകേരളം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യ പ്രതി പുറത്തിറക്കിയ വേളയിൽ തങ്ങൾ ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജന അനുകൂലികളാണെന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഐക്യ കേരള പ്രസ്ഥാനം രൂപവൽക്കുന്നതാണെന്നും പ്രവർത്തിക്കുന്നതും പ്രസ്താവിച്ചതാണ് KPS മേനോൻ ട്ടാ. ഓക്കെ, ഇനി അടുത്തത് ജാത്ര ഒറാവോണിൻ്റെ അതായത് ജാത്ര ഭഗത് നേതൃത്വത്തിൽ 1914 ആരംഭിച്ച ഗോത്ര കലാപമാണ് താന ഭഗത് വിപ്ലവം. അപ്പോൾ 1914 താന ഭഗത് വിപ്ലവം. ജാത്ര ഒറോവോണിൻ്റെ. ബർക്കിലി സർവകലാശാലയിൽ സംസ്കൃത പ്രൊഫസറായി ഇന്ത്യൻ വിപ്ലവകാരിയാണ് ലാല ഹർദയാൽ. ബർക്കിലി സർവകലാശാലയിൽ ലാല ഹർദയാൽ. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സുപ്രീം അഡ്വൈസറായി നിലവിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് രാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സുപ്രീം അഡ്വൈസറായിട്ട് രാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ. സുപ്രീം അഡ്വൈസറായിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. അപ്പോൾ ആദ്യ വ്യക്തിയും 2 പ്രാവശ്യം ആയതും WC ബാനർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ദ സ്റ്റോപ്പ് ഓഫ് ഹാപ്പിനെസ് ദ പേഴ്സണൽ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നിട്ടുള്ളതാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് സയ്യിദ് അഹമ്മദ് ഖാൻ. സുതന്തിര പെരുമൈ എന്ന കവിതാ സമാഹാരം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ഏത് പാർട്ടിയാണ് ജെയിംസ് രണ്ടാമൻ രാജാവിനെതിരെ പാർലമെൻറ്റ് ശക്തിയായ എതിർപ്പുമായി നിലപാടെടുത്തത്? വിക്സ് പാർട്ടി ട്ടാ. ജെയിംസ് രണ്ടാമനെതിരെ പാർലമെൻറ്റിൽ ശക്തമായ എതിർപ്പുമായി നിലപാടെടുത്തിട്ടുള്ളത് വിക്സ് പാർട്ടിയാണ് കേട്ടോ. വിങ്സ് പാർട്ടി. ട്യൂഡർ വംശത്തിലെ ആദ്യത്തെ രാജാവാണ് ഹെൻറി 7. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത് 1789 മാർച്ച് 4. ഡയറക്ടറേറ്റിലെ അട്ടിമറി നെപ്പോളിയൻ സ്ഥാപിച്ചിട്ടുള്ള ഭരണ സംവിധാനം അറിയപ്പെടുന്നതാണ് കോൺസുലേറ്റ്. ഡയറക്ടറേറ്റിൻ്റെ അട്ടിമറി നെപ്പോളിയൻ സ്ഥാപിച്ച ഭരണ സംവിധാനം അറിയപ്പെടുന്നതാണ് കോൺസുലേറ്റ് കേട്ടോ. 1ാം റഷ്യൻ വിപ്ലവം 1917 മാർച്ച്. കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ട രാജവംശം കിങ് വംശം. ഷഡ്ദിന യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അണിനിരന്ന രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ. 1ാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ചത് 1918 നവംബർ 11. 2ാം ലോക മഹായുദ്ധത്തിൽ ഐക്യനാടുകളിൽ പങ്കാളിയാകുന്ന പ്രധാന കാരണമാണ് പോൾ ഹാർബർ ആക്രമണം. 2ാം ലോക യുദ്ധത്തിൻ്റെ അവസാനത്തോടെ നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ലോ പ്രഷർ ബെൽറ്റുകളുടെ പേരാണ് ഡോൾഡ്രംസ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലിപ്പമായി കാണപ്പെടുന്ന നക്ഷത്രമാണ് സൂര്യൻ. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ നദീതടമാണ് ആമസോൺ. ഏഷ്യയ്ക്ക് വെളിയിലുള്ള ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയാണ് അക്വൻകാഗ. ഭൂമിയുടെ ഏത് ദിശയിലാണ് ധ്രുവ നക്ഷത്രം ഉള്ളത്? വടക്ക്.
ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. ജീവജാലങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ചാർജ് ചെയ്യപ്പെട്ട സൗരകണങ്ങളുടെ വൻ പ്രവാഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൗരകാറ്റ് എന്നറിയപ്പെടുന്നു. ബാഫിൻ ഉൾക്കടലിനെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലെടുക്കാണ് ഡേവിസ് കടലെടുക്ക്. ആഫ്രിക്കൻ വൻകരയുടെ പശ്ചിമ തീരത്തിലൂടെ കടന്നു പോകുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം എന്ന് വെച്ചാൽ ബെൻഗ്വേല പ്രവാഹം. അതായത് ആഫ്രിക്കൻ വൻകരയുടെ പശ്ചിമ തീരത്തിലൂടെ കടന്നു പോകുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് ബെൻഗ്വേല പ്രവാഹം. എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗളഗിരി എന്നീ കൊടുമുടികൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാൾ ഹിമാലയം. നേപ്പാൾ ഹിമാലയത്തിലാണല്ലോ എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗളഗിരി എന്നീ കൊടുമുടികൾ ഉൾപ്പെടുന്നത്. ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയാണ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? ദേവപ്രയാഗ് എന്ന് പറയും അല്ലേ? ഓക്കെ.